മദർ കാർല ബൊർഗേരിയെ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ആഹ്ലാദത്തിലാണ് കൊച്ചി നസ്രത്ത് സെന്റ് ജോസഫ് കോൺവെന്റ്. കൊച്ചിയിലെ പല സഭകളിലും പ്രവർത്തിച്ചിട്ടുള്ള പല സഭകളുടെയും സ്ഥാപകയുമായ മദർ കാർലയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ ഇറ്റലിയിൽ പൂർത്തിയായി. 1974 മദർ കാർല ബൊർഗേരി ആദ്യമായി ഇന്ത്യയിലെത്തുന്നത്. മനുഷ്യസ്നേഹത്തിന്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തിച്ച മദർ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദ ഇൻകാർനേഷൻ, മിഷണറി ഫാദേഴ്സ് ഓഫ് ദ ഇൻകാർനേഷൻ എന്നീ സഭകളുടെ സ്ഥാപകയാണ്. കൂടാതെ കൊച്ചിയിലും കേരളത്തിലും ഇന്ത്യയിലും ഉൾപ്പെടെ സന്നദ്ധ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും മറ്റും നേതൃത്വം നൽകിയിരുന്നു. കൊച്ചിയിൽ സെന്റ് ജോസഫ് കോൺവെന്റ് ഉൾപ്പെടെയുള്ള കോൺവെന്റുകൾ സ്ഥാപിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയതിലുള്ള സന്തോഷത്തിലാണ് കോൺവെന്റിലെ സന്യാസിമാർ. മദർ എപ്പോഴും ഒരു പ്രാർത്ഥനാ ചൈതന്യമുള്ള വ്യക്തിയായിരുന്നു. ഏതൊരു നിമിഷവും എവിടെയായിരുന്നാലും ദിവ്യകാരുണ്യത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. ഞാനൊരു പ്രാവശ്യം എൻ്റെ ഏറ്റവും സീനിയറായ സിസ്റ്റർ ഫ്ലോറിയോട് ഞാൻ ചോദിച്ചു, മദർ എന്താണ് ഇടയ്ക്കിടയ്ക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എത്തിക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞത് 5 മിനിറ്റ് കൂടുമ്പോൾ മദർ ദിവ്യസക്രാരിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവിടെ ഇരുന്നോണ്ട് മദർ ദിവ്യകാരുണ്യത്തെ ആരാധിക്കുകയാണ്. പ്രേരകമായിട്ടുള്ള മദറിൻ്റെ എളിയ ജീവിതമാണ്. പിന്നെ മദർ ചെയ്തിരിക്കുന്ന കാരുണ്യപ്രവൃത്തികൾ. മദർ വലിയ ആളെന്നുള്ള ഒരു ഭാവമില്ല, എല്ലാവരോടും ഒരു സമയം പാവപ്പെട്ട ആൾക്കാരോടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന. അതുകൊണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ നാഗർകോവിൽ ഈ കൊച്ചുങ്ങൾക്ക് ഡിസേബിളായിട്ടുള്ള കൊച്ചുങ്ങൾക്ക് ഹൗസ് തുടങ്ങി. അത് കഴിഞ്ഞ് കുംഭകോണത്ത് ഡെഫ് ആൻഡ് ഡംബ് സ്കൂള്, ഇങ്ങനെ പല സെക്ഷനിലും, അതുപോലെ തന്നെ ആഫ്രിക്കയിലും അതെ ഞങ്ങൾക്ക് ഇതേപോലത്തെ ഓർഫനേജ് കൊച്ചുങ്ങൾ ഉണ്ട്. അപ്പോൾ അതെല്ലാം മദർ പ്രത്യേകമായിട്ടുള്ള ഒരു വീക്ഷണം. ഇറ്റലി ഫ്രസ്കാത്തി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മദർ കാർലയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്താനുള്ള പ്രയത്നങ്ങൾ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ആത്മീയ സംതൃപ്തിയിലും സന്തോഷത്തിലുമാണ് കൊച്ചിയിലെ കന്യാസ്ത്രീകൾ. നസ്രത്ത് മദർ തെരേസ ജംഗ്ഷനിൽ നിന്നുള്ള റോഡിന് മദർ കാർല ബൊർഗേരിയുടെ പേര് നൽകിയിരുന്നത് ഈ സന്ദർഭത്തിൽ ഇരട്ടി മധുരമാണ് നൽകുന്നത് എന്ന് സെന്റ് ജോസഫ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ഷൈനി ചക്കാലക്കൽ അറിയിച്ചു. മദർ കാർലയുടെ ചൈതന്യം ഉൾക്കൊണ്ട് 15 സന്യാസികൾ സെന്റ് ജോസഫ് കോൺവെന്റിൽ മനുഷ്യസ്നേഹത്തിന്റെ പ്രേക്ഷിത സേവനം ചെയ്യുന്നു. എനിക്ക് മദറിനെ 1988 മുതൽ അറിയാം. കാരണം ആ സമയത്താണ് ഞാനിവിടെ ഈ കോൺഗ്രിഗേഷനിൽ വന്ന് ചേരുന്നത്. മദർ എല്ലാ വർഷവും ഇറ്റലിയിൽ നിന്ന് ഞങ്ങളോടുകൂടി ആയിരിക്കാൻ വരും. എല്ലാ ഡിസംബറിൽ വരും. പ്രൊഫഷൻ കഴിഞ്ഞിട്ടാണ് ജനുവരി ആകുമ്പോൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ എനിക്ക് മദറിനെ കൂടെ ഒരു 32 വർഷത്തോളം മദറിൻ്റെ കൂടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടായി. ഞങ്ങളുടെ മദറിന് ഏറ്റവും വലിയൊരു സ്നേഹമാണ്. ദൈവസ്നേഹത്തെ മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പോൾ ദൈവസ്നേഹത്തെ എങ്ങനെ ഏത് വിധത്തിൽ ഈ ജനങ്ങൾ, ഈ കഷ്ടപ്പെടുന്നവർ, പാവപ്പെട്ടവർ, പിന്നെ ആരും നോക്കാനില്ലാത്തവർ, ഓർഫൻസ്, അബാൻഡൻഡ്, പിന്നെ ഇങ്ങനെ വയസ്സായവർ, ആരും നോക്കാനില്ലാത്തവർ, ഇങ്ങനത്തെവർ മദർ സ്നേഹം കിട്ടാത്തവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ കൂടി അവർക്ക് കൊടുക്കണം. ഇതായിരുന്നു മദറിൻ്റെ ഒരു വലിയൊരു കാരിസം എന്ന് പറയാം. ന്യൂസ് ബ്യൂറോ കൊച്ചി. Study German at International Language Academy, ELA Cochin. Grab your future in Germany and Austria.